പ്രവാസി ക്ഷേമത്തോടൊപ്പം ജനപ്രിയ പദ്ധതികൾക്ക് മുൻഗണന നൽകി കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ താമസിക്കുന്ന പഞ്ചായത്താണ് കോഴഞ്ചേരിയിലുള്ളത്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ പ്രവാസികൾ വിദേശത്തുള്ളതും താമസിക്കുന്നതുമായിട്ടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ആ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ളതും പുറത്തു പോകുന്നുള്ള ഒരു പഞ്ചായത്താണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ആ പഞ്ചായത്തിലാണ് ഇന്ന് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ബഡ്ജറ്റാണോ, എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ സമസ്ത മേഖലയിലും പരാമർശം നടത്താൻ നമ്മളോടൊപ്പം വൈസ് പ്രസിഡന്റ് ചേരുന്നുണ്ട്. സുനിത. ദീർഘവീക്ഷണത്തോടെ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ സാധാരണക്കാരെയും പാവപ്പെട്ടവർക്കും കൈത്താങ്ങാവുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ നമ്മൾ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുമ്പോട്ട് നമ്മൾ ഈ പഞ്ചായത്ത് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വരവെന്ന് പറയുന്നത് 12,49,55,800 രൂപ വരവും 11,58,44,660 രൂപ ചിലവും 91,11,140 രൂപ ബാലൻസും വരുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് കോഴഞ്ചേരിക്ക് ഒരു ആധുനിക മാർക്കറ്റ് ഉണ്ടാക്കണമെന്നുള്ള നമ്മുടെ ഏവരുടെയും ഒരു സാഫല്യമാണ്. അതിനെ നിർത്തിക്കൊണ്ട് നബാർഡിന്റെ പദ്ധതിയുമായിട്ട് ആധുനിക മാർക്കറ്റ് സമുച്ചയം നിർമ്മിക്കാനായിട്ട് ഈ ബഡ്ജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലഹരിയിൽ നിന്നും നമ്മുടെ പുതുതലമുറയെ രക്ഷിക്കേണ്ട അത്യന്താപേക്ഷിതമായതുകൊണ്ട് നമുക്ക് നിലം സ്റ്റേഡിയത്തിന്റെ കിഴക്കുവശത്തുള്ള നിലം ഏറ്റെടുത്തുകൊണ്ട് കുട്ടികളുടെ ഒരു പാർക്കും കളിസ്ഥലവും നിർമ്മിക്കാനായിട്ട് ഒരു പദ്ധതിക്ക് നമ്മൾ ഇന്നത്തെ ഈ ബഡ്ജറ്റിൽ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, സംസ്ഥാനത്ത് ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഒരു പഞ്ചായത്താണ്, ഒട്ടേറെ പരിമിതികളാണ്. പക്ഷേ ആ ഒട്ടേറെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ജനപക്ഷത്ത് നിന്നും ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ്? ഞങ്ങൾ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കോഴഞ്ചേരിയുടെ ഒരു വികസനം, ഈ അടുത്ത ഒരു വർഷത്തേക്കുള്ളൊരു പദ്ധതി നമുക്ക് വൈസ് പ്രസിഡന്റ് ബജറ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന MP-യുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഒരു വോളിബോൾ ഷട്ടിൽ ഇൻഡോർ കോർട്ട് നിർമ്മിക്കുക എന്നുള്ളത്. അതിന് MP സഹായം നൽകാമെന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ പദ്ധതി അത് വെച്ചിട്ടുണ്ട്. കോഴഞ്ചേരി പഞ്ചായത്ത് ഉൾപ്പെടെ കോഴഞ്ചേരിയിലെ CSR കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കി അടുത്ത ഒരു വർഷം കൊണ്ട് അതിന് പൂർത്തിയാക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. കൂടാതെ കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ ഒരു വാട്ടർ ATM അടുത്ത ആഴ്ചയിൽ തന്നെ 2 ജില്ലാ ആശുപത്രിയിലും കോഴഞ്ചേരി പഞ്ചായത്തിന്റെ ടൗണിലും, അത് ഏകദേശം 12 ലക്ഷം രൂപ വരുന്ന പദ്ധതിയാണ്. 2 വാട്ടർ ATM കോഴഞ്ചേരിയിൽ സ്ഥാപിക്കുകയാണ് ഉടനെ തന്നെ. അതിനിടയ്ക്ക് തന്നെ പഞ്ചായത്തുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളിയാകുകയാണ് മാലിന്യം. പക്ഷെ അതിനെ മാലിന്യമുക്തമാക്കുന്ന വലിയൊരു പദ്ധതിക്കും കൂടെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കൊടുത്തിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം അതാണല്ലോ ഈ പ്രവാസികൾക്ക്, ഇപ്പം വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു പദ്ധതിയാണ് മാലിന്യ നിർമ്മാർജ്ജനം. അവർക്ക് വിദേശ രാജ്യങ്ങളിലെ ഒരു ശുദ്ധി, നല്ല വൃത്തിയൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലും ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാങ്കുകൾ അല്ലാതെ വലിയ വലിയ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്ത് നമ്മൾ എല്ലാ റോഡിലോട്ട് CCTV ക്യാമറ, മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടുപിടിക്കാൻ CCTV ക്യാമറ വെക്കുവാൻ അവർ പല ബാങ്കുകളും അത് നമ്മൾ തയ്യാറായി. ഞാൻ നേരിട്ട് തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ചെന്ന് സംസാരിച്ചു. അവർ കോഴഞ്ചേരി പാലത്തിന്റെ അവിടെ കിട്ടത്തക്കവണ്ണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ ക്യാമറ വെക്കാൻ ബസ് ഓണേഴ്സിന്റെ സംഘടന തയ്യാറായിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. കൂടാതെ ഭവന സന്ദർശനം നടത്തുകയാണ്. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ഭവന സന്ദർശനം എല്ലാ വാർഡിലും നടത്തി വീടുകളിൽ ഒരു ബോധവൽക്കരണ നോട്ടീസ് ഉൾപ്പെടെ നൽകി അവരെ ഒരു ബോധവൽക്കരിക്കുകയാണ്. ശുചിത്വ മാലിന്യം വഴിയിൽ വലിച്ചെറിയരുത് എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ച് അതിനു മുമ്പ് തന്നെ ഈ മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകൾക്കും മറ്റ് ജില്ലകൾക്കും ഒക്കെ മാതൃകയാകുന്ന ഗ്രാമങ്ങളെ അതല്ലെങ്കിൽ വാർഡുകളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ബസിന്റെ ഒരു കാര്യം പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ബന്ധങ്ങളെയൊക്കെ ഊട്ടിയുറപ്പിക്കാൻ ഇതുവഴി കഴിയും. അപ്പൊ ഞങ്ങളത് തിരക്കിയപ്പോൾ KSRTC ബസ് തരാമെന്ന് പറയുന്നു. സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കണോ, KSRTCയുടെ മേടിക്കണോ എന്നുള്ളൊരു ചർച്ചയിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. അത് ഇപ്പം ചിലർ പറയുന്നത് KSRTCയുടെ ആണെങ്കിൽ അവർക്ക് അതിന്റെ വരുമാനം മുഴുവൻ KSRTC എടുക്കും.
അപ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് ഉൾപ്പെടെ മുമ്പോട്ടുള്ള കാര്യങ്ങളെ പറ്റി KSRTC വിഭാഗവുമായിട്ട് ചർച്ച ചെയ്യണം. അല്ല സ്പോൺസർ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ പഞ്ചായത്ത് നേരിട്ട് അത് നടത്തണം. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ RTO എന്ന് വിളിച്ച് അതെങ്ങനെയാണ് വിജയപ്രദമാക്കുന്നത് അവരോട് ഒന്ന് സഹകരിച്ചാലേ പറ്റത്തുള്ളൂ. ബസ്സിന്റെ റൂട്ട് കാര്യങ്ങളൊക്കെ അവരാണല്ലോ തരേണ്ടത്. അതിന് അടുത്ത ഈ ദിവസം തന്നെ അതിനൊരു മീറ്റിംഗ് ഞങ്ങൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട്. പുതിയ പാലം വന്നു കഴിയുമ്പോൾ കോഴഞ്ചേരിയിലെ ഗതാഗത കുരുക്ക് കൂടുമോ കുറയുമോ അതിൻ്റെ ഒരു സംവിധാനങ്ങളൊക്കെ ക്രമീകരിക്കേണ്ട ചുമതലയുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ RTOയോട് ഈ ബസ്സിന്റെ കാര്യം സംസാരിച്ച് അവരുടെയും കൂടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവസാനമായി ശുദ്ധജല വിതരണത്തിലും കൃഷിയിലും ഒക്കെ എങ്ങനെയാണ്? കൃഷിക്ക് വേണ്ടി ഞങ്ങൾ വളരെയധികം പദ്ധതികൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു കൃഷി ഓഫീസർ കോഴഞ്ചേരിയിലുണ്ട്. ഞങ്ങളുടെ സ്ഥലപരിമിതി അനുസരിച്ചാണെങ്കിൽ പോലും അവർ ഈ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളെ സ്കൂളുകളെ ഒക്കെ കേന്ദ്രീകരിച്ച് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പച്ചക്കറിയുടെ കൃഷി വളർത്തിയെടുക്കുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നു. ഞങ്ങൾ ഇനി കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ അതിന് വേണ്ട കുറച്ചുകൂടെ കാര്യങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കുകയാണ്, ക്രമീകരിക്കുകയാണ്. എല്ലാ രീതിയിലും കോഴഞ്ചേരിയുടെ ഒരു വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ആ രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. എല്ലാ ജനപ്രതിനിധികളും അത് ഭരണ സമിതി ഒരുമിച്ച്, അതാണ് ഏറ്റവും ഇന്നത്തെ ആ ബഡ്ജറ്റ് രാവിലെ അവതരിപ്പിച്ചപ്പോൾ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കൈയടിച്ച് പാസ്സാക്കി ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് അംഗീകരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. നാടിന് നല്ല ഒരു അഭിവൃദ്ധി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് കൈയടിച്ച് പാസ്സാക്കിയ ഒരു ജനകീയ ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കോഴഞ്ചേരി പഞ്ചായത്ത് പുതിയ സാമ്പത്തിക വർഷത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇനി ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഈ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പോക്കും. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.